നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളിൽ ചിലർ നമുക്ക് മുൻപിൽ. ഇന്ത്യയുടെ യൂണിറ്റ് ഉയർത്തിക്കാട്ടുന്ന ഭാരതമാതാ കി ജയ് എന്ന വാക്യം ഇന്ത്യൻ മണ്ണിൽ അലയടിച്ചത് സ്വാതന്ത്ര്യ സമരകാലത്താണ്. ഭാരതമാത എന്നതും ഇന്ത്യയുടെ അമ്മയായി കണക്കാക്കിക്കൊണ്ട് നമ്മോടൊപ്പം ഭാരതമാത. ലളിതമായ ജീവിത രീതിയിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും ജീവിച്ച് ജനങ്ങൾക്ക് മുൻപിൽ സംസാരിച്ച് ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ സ്വന്തം ബാപ്പുജി ഗാന്ധിജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും കവയിത്രിയുമായ സരോജിനി നായിഡു. സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രക്ഷോഭ കാലത്ത് നായക പരിഭാഷത്തോടെ ചരിത്രം രേഖപ്പെടുത്തിയ വിപ്ലവകാരൻ താന്തിയോ തോപ്പിൽ. ഒന്നാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പടനയിച്ച ധീരവനിത ഝാൻസി റാണി. തവളകളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് കാര്യമില്ല. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് ആഹ്വാനം ചെയ്ത ബാലഗംഗാധര തിലക്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നമ്മുടെ സ്വന്തം ചാച്ചാജി. ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി. നമ്മുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. എനിക്ക് രക്തം തരൂ, പകരം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന ആഹ്വാനത്തിലൂടെ യുവാക്കളെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ധീരയോദ്ധാവ് സുഭാഷ് ചന്ദ്രബോസ്. വിപ്ലവത്തിലൂടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സിഖുകാരനായ ഭഗത് സിംഗ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയും പ്രഗത്ഭനായ അഭിഭാഷകനുമായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ സമരസേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാവും സർവോപരി ഭാരതത്തിലെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ധീരയോദ്ധാവ് സർദാർ വല്ലഭായ് പട്ടേൽ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് കേരള സിംഹം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സ്വാതന്ത്ര്യ സമര സേനാനി പഴശ്ശിരാജ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഈ ധീര ദേശാഭിമാനികൾക്ക് മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം.